ഹലോ ഗൈസ്, വെൽക്കം ടു ഗെയിം ലോക്കേഴ്സ്. ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഗൈസ് BGMI. യെസ് ഗൈസ്, നമ്മുടെ PUBG ആണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. അപ്പം കണ്ട ഗൈസ്, നമ്മൾ 7ാമത്തെ ലെവലായി ഗൈസ്, 7ാമത്തെ ലെവല്. അപ്പം നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് PUBGയുടെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക ഗൈസ്, നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക. അതേപോലെ നിങ്ങൾ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്യുക ഗൈസ്. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പോൾ ഒരു അവസരം കിട്ടിയേക്കുവാണ്. ചാനലും കൂടെ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. ഓക്കെ, നമുക്കന്ന് നേരെ കളി തുടങ്ങാം. യെസ് ഗൈസ്, നമ്മളിന്ന് PUBGയുടെ നമ്മുടെ പാർട്ട് 1 ഇവിടെ വെച്ച് ആരംഭിക്കുകയാണ്. ഇനിയിപ്പം PUBGയുടെ കട വീഡിയോസ് വരുന്നതായിരിക്കും വിത്ത് ഗെയിമർ ഗൈസ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോവാണ് ഗൈസ്. നമുക്കതിന് ജയിക്കണം എന്ന് നമുക്ക് മാക്സിമം നോക്കാം. നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് മാക്സിമം നോക്കാം. ഞാനിത് കളിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 7ാമത്തെ ലെവലായി ഗൈസ്. ഞാൻ കുറച്ച് കളിച്ചിട്ടുണ്ട് ഈ ഗെയിം, അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം അറിയാം. നമ്മുടെ ഫ്രീ ഫയർ മോഡൽ തന്നെയാണ്, ബട്ട് ഫ്രീ ഫയറിനെക്കാട്ടി ഇച്ചിരി ടോപ്പ് ഗെയിമാണെന്ന് എനിക്ക് തോന്നുന്നത് PUBG. അപ്പോൾ നമുക്കൊന്ന് കളിച്ച് നോക്കാം. ഇതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഓക്കെയാണ് ഗൈസ്, കുഴപ്പമില്ല. നമ്മൾ സെറ്റിങ്സിനൊന്നും പോയിട്ടില്ല. ഫസ്റ്റ് ഞാൻ സെറ്റിങ്സൊക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഗെയിമാണ്. നമ്മൾ ഗെയിം പ്ലേ മോശമെന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഗൈസ്. നമ്മളെന്തായാലും ഒരു 2-3 വീഡിയോയ്ക്കുള്ളിൽ അതൊക്കെ ശരിയാക്കുന്നതായിരിക്കും. നമ്മൾ അത്യാവശ്യം കളിക്കുന്നുണ്ട് നമ്മൾ, എന്നാലും ഞാൻ കളിക്കുന്ന ഗെയിം നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുമെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ടാണ് ഗൈസ് നിങ്ങളടുത്ത് പറഞ്ഞത്. അപ്പം നമ്മുടെ പെയിൻ സെക്യൂരിറ്റി ഓക്കെ ലോഡിങ് ആയി ഗൈസ്. 90%, ഒരു 10% കൊണ്ട് ലോഡായാൽ മതി. ഇച്ചിരി സമയം എടുക്കും ഗൈസ്, ഇച്ചിരി സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, യെസ് ഗൈസ്, നമ്മളെ കളി ഇവിടെ ആരംഭിച്ചു ഗൈസ്. യെസ്, ഓക്കെ അല്ല ഗൈസ്, ഇതാണ് ഇതിൻ്റെ ക്ലാരിറ്റി. അത്യാവശ്യം ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? യെസ് ഗൈസ്, ഇതെന്താ സ്റ്റോറിയാണോ? അല്ല സ്റ്റോറി അല്ല ഗൈസ്. ഓക്കെ ഗൈസ്, സെറ്റ്. നമ്മളെ സ്ഥലം ഇതാണ് ഗൈസ്. കണ്ട, നമ്മളെ പ്ലെയിനൊക്കെ മാറി വന്ന് ഇതാണ് നമ്മളെ സ്ഥലം. നമ്മളെ ടീമാണ് ഗൈസ് ഈ കാണുന്നതല്ല. നമ്മുടെ ടീമുമായിട്ട് വേണം നമ്മൾ പോകാൻ. നമ്മളെ ഫോളാണ്. ടീം ഇറങ്ങുമ്പോൾ നമ്മൾ തന്നെ ഇറങ്ങുന്നതായിരിക്കും ഗൈസ്. യെസ് ഗൈസ്, നമ്മൾ ഇറങ്ങുവാണ് താഴോട്ട്. നമ്മളൊരു അത്ഭുത ലോകത്തിലാണ് ഗൈസ് എത്തിച്ചേർന്നത്. ഒരു അത്ഭുത ലോകത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. BGMI ഗൈസ്, BGMI വേണ്ട. പാരഷൂട്ടിനകത്ത് എഴുതിക്കുന്നുണ്ട് ഗൈസ്, അത് മപ്പ് സാധനം, അത് ഇഷ്ടപ്പെട്ട ഗൈസ്. നമുക്ക് താഴെ വന്നിറങ്ങാം. യെസ് ഗൈസ്, അതെന്ത് ഗ്ലിച്ച് അടിച്ച് ഗൈസ്. ഫസ്റ്റ് നിങ്ങൾ കണ്ടായിരുന്നത് ഗ്ലിച്ചായിട്ടങ്ങിരുന്ന് ഇറങ്ങിയ ഉടനെ. യെസ് ഗൈസ്, നമുക്ക് ഇവിടുന്ന് തോക്കും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം ഗൈസ്. നമുക്ക് ഇപ്പം തന്നെ എയിമും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഗൈസ്, ഇതാണ് നമ്മളെ എയിമിങ്. നമ്മൾ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുക, തീർക്കുക ഗൈസ്, അത്രേ ഉള്ളൂ. 100 പേരുണ്ട് ഗൈസ് നമ്മളെ ലോബി തന്നെ. 100 പേരാണ് ഈ ഒരു ലോബി കളിക്കുള്ളത്. അത് നമുക്ക് ഓരോരുത്തരെ നമ്മളെ ഫ്രീ ഫയർ മോഡിൽ തന്നെ. ഫ്രീ ഫയർ ലോബി ഇത്ര ആളുകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഫ്രീ ഫയർ 100 തോന്നുന്നു, അറിയാൻ വയ്യ ഗൈസ്. നമ്മളെ ഫ്രീ ഫയറിൻ്റെ വീഡിയോ ഇനി കുറവായിരിക്കും, നമ്മളെ PUBGയുടെ വീഡിയോ ഇനി കൂടുതലായിരിക്കും ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇറങ്ങണോ ഗൈസ്? എനിക്കത്ര നന്നായിട്ട് തോന്നുന്നില്ല ഇത്. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങാൻ പറ്റുമോ? നമ്മളെ പുറത്തോട്ടൊക്കെ പോകാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായി നല്ലതായിരുന്നു. ഓക്കെ, നമ്മുടെ ടീമൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഗൈസ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പേടിയില്ല ഗൈസ്, നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഹൊറർ ഗെയിമൊക്കെ കളിക്കുന്ന ആഴ്ച. അതേപോലെ 9/11 കാനിബലിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട് ഗൈസ്, അത് വരുന്നതായിരിക്കും. അത് ഇച്ചിരി സസ്പെൻസ് ആണ്, അത് ഇച്ചിരി താമസിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിപ്പോൾ PUBGയുടെ കാര്യം പറയാം. യെസ് ഗൈസ്, നമുക്ക് ഇതിൽ നിന്ന് പുറത്തിറങ്ങണം. ഇതൊരു ട്രാൻസ്ഫോം കാര്യങ്ങളൊക്കെയാണ്. ഇവൻ നമ്മളെ ടീമല്ലേ? ചുമ്മാ ടീമിനെ വെടിവെച്ച് പോകുന്നത് എന്തിനാ ഗൈസ്? ഞാൻ നൈസിന് ഇതിൻ്റെ പുറത്തിറങ്ങാൻ നോക്കാം ഗൈസ്. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സീനാണ്. ഉള്ളിൽ നിന്നാൽ തന്നെ ഒരുമാതിരി ഇത്രയും സ്ഥലത്താണ് നമ്മൾ ഓടാൻ കഴിച്ചത്. അപ്രശ്നം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കിടന്ന് ഓടണം. അത് ഇച്ചിരി സീനാണത്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് യെസ് ഗൈസ്, നമുക്ക് ട്രാൻസ്ഫോമായി വെളിയിൽ പോകാൻ പറ്റും. ലീവ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിനകത്ത് നിന്ന് ലീവ് ആവാം. എന്നിട്ട് നമുക്ക് ഓക്കെ, നമ്മുടെ ടീം പക്ഷേ അവിടെ ആണ് ഗൈസ്. ജമ്പ് ആ ടീം അവിടെ, പക്ഷെ നമുക്ക് ജയിച്ചാൽ മതി ഗൈസ്. നമുക്ക് ഇടിയല്ലല്ലോ ഇതിനകത്ത്, വെടിവെപ്പല്ലേ? യെസ് ഗൈസ്, വെടിവെപ്പാണ് ഇതിനകത്ത്. എന്താ ചെയ്യാൻ? നമ്മൾ
നമ്മൾ ഭയങ്കര ഇടിയാൻ വേണ്ടി എപ്പോഴും ഇടിയുടെ ഓർമ്മയൊക്കെ ഉള്ളൂ. യെസ് ഗൈസ്, നമ്മൾ പാരഷൂട്ട് വലിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഫസ്റ്റ് നമുക്ക് പോയി തോക്ക് കളച്ചില്ലെങ്കിൽ നമ്മളെ കാര്യം അറിയാമല്ലേ, നമുക്കറിയാമല്ലോ ഗൈസ് നമ്മളെ കാര്യം. കട്ട കലിപ്പല്ല, കട്ട പുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ ഓടാം ഗൈസ്. ഇപ്പോൾ ഓൾറെഡി നമ്മളെ തോക്കുണ്ടല്ലേ, അത് ഞാൻ മറന്നുപോയി ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. നമ്മളിപ്പോൾ ഓൾറെഡി തോക്കുണ്ട്. ഇനി നമുക്ക് ഇടിച്ചാൽ മതി. ഇടിക്കുകയല്ല, നമുക്ക് കളി തുടങ്ങാം. നമുക്ക് നേരെ നമ്മളെന്തിനകത്ത് ഗൈസ്, നമ്മളിതിനകത്ത് എന്തേ മാപ്പിനകത്ത് നമ്മളെ കാണുന്നില്ല. നമ്മൾ 7 ആണ് ഗൈസ് ഇതിനകത്ത് ലെവൽ. നമ്മൾ അതിന് വേണ്ടി ലെവലൊന്നും ആയിട്ടില്ല, അതാ പറഞ്ഞത്. നമ്മളത്ര പ്രോ ആയിട്ടില്ല. അതാ നമ്മളെ കളി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയാൻ വയ്യ ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഗെയിം സൗണ്ട് കുറവല്ലേ, നമുക്ക് ഗെയിം സൗണ്ട് കുറച്ച് കൂട്ടിയിടാം ഗൈസ്. കുറച്ച് ശബ്ദം കേട്ടോളൂ. ഓക്കെ സെറ്റ്. ഓക്കെ ഗൈസ്, ഇപ്പം അത്യാവശ്യം കേൾക്കാമല്ലേ. ഇടയ്ക്കിടെ ഗെയിം ഗ്ലിച്ചാണ്, അതൊന്നുമല്ല. പക്ഷെ നമ്മൾ ഡ്രസ്സ് ഇതാണ്, നമ്മളെ യൂണിഫോം ഒക്കെ ഫുള്ള് കാണാൻ അങ്ങനെ സെറ്റപ്പില്ല ഗൈസ്. കാണുന്ന ഫുള്ളിട്ട് ഇതെന്താണ്? ഓ, നമുക്ക് ഇൻവൈറ്റ് ഒക്കെ ചെയ്യാം. ആ സെറ്റപ്പ് അത് കൊള്ളാം ഗൈസ്. റിമൈനിങ് 89. നമ്മൾ ജയിക്കും, നമ്മളെന്തായാലും ജയിക്കാനായിരിക്കും ഗൈസ്. നമുക്ക് ഇവിടെ കാണാൻ ഒളിച്ചിരിക്കാം. അല്ല ഗൈസ്, നമുക്ക് ഇവിടെ കാണുമ്പോൾ ആളുകളാണെങ്കിൽ കൊല്ലാൻ ഗൈസ് അവരെ. നമ്മളല്ലാതെ നമ്മൾ ഭയങ്കര സീനല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്കിനി ഓടാം ഗൈസ്. ഓടാതെ കാര്യമില്ല, നമുക്ക് നേരെ ഓടിപ്പോയാലേ അവിടെ എനിമീസിനൊന്നും നമ്മളിപ്പം കാണുന്നില്ല. ഏതെങ്കിലും കാട്ടിൽ പോയി ഇരിക്കുമായിരിക്കില്ല, അങ്ങോട്ട് അറിയാൻ പറ്റത്തില്ല. നമുക്ക് പറ്റുമെങ്കിൽ ഒരു 2 മാച്ച് കളിക്കാം, അല്ലെങ്കിൽ 1 മാച്ച് ഗൈസ്. സമയം പോലെ ഇരിക്കും. ഓക്കെ, നമുക്കെന്നാലും ഒരു 10-12 കില്ലെടുക്കാൻ പറ്റുമോ നോക്കാം. മിനിമം ഒരു 10-12 കില്ല് അത് നടക്കും. കൺഗ്രാറ്റ്സ് ബിക്കേമിങ് ദി സ്ട്രോങ്ങസ്റ്റ് ടീം. റീകാൾ യുവർ ടീംമേറ്റ്സ് അറ്റ് ദി പോഡിയം. ഓക്കെ, നമ്മളെ ടീംമേറ്റ്സിനെയൊക്കെ തിരികെ വിളിക്കാനാണ് പറയുന്നത്. പക്ഷേ നമ്മളെ ടീംമേറ്റ്സിനെ ഒറ്റ എണ്ണത്തിനെ പോലും കാണുന്നില്ല. ആരാടെ ലൊക്കേഷൻ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്? ആരുടെ ലൊക്കേഷനാണ് അത്? ഇത്ര ഓടിച്ചില്ലെന്ന് എന്നാ ഇനി 2000 കിലോമീറ്ററൊക്കെ. എന്തായാലും നമുക്ക് ഓടാം ഗൈസ്. 2000 ആണെങ്കിൽ ഓടാം നമുക്ക് അങ്ങോട്ട്. ചിലപ്പോൾ അവന്മാർ കാറ് വല്ലതും എടുത്തുകൊണ്ട് വരാണെങ്കിൽ വരട്ടെ ഗൈസ്. നമുക്ക് ഓടിച്ചെല്ലാം. 2330 കിലോമീറ്റർ ഗൈസ്. കുഴപ്പമില്ല, ഓടിയാൽ മതി. നമ്മാർ കാണുന്ന നമ്മാർ ഞാൻ അങ്ങോട്ട് ദൂരത്തേക്ക് പോകാമെന്നൊന്നും അറിയാൻ വയ്യ. ഒരുത്തം വന്നിറങ്ങുവാണ് ഗൈസ്. അവന്മാർക്ക് വന്നിറങ്ങും. അതിൽ നിന്ന് യെസ് ഗൈസ്, നമുക്ക് കാറ് കിട്ടി. നമുക്ക് നൈസിനങ്ങ് പോയാലോ. കാറ് കിട്ടി. നമുക്ക് അവന്മാരെ പോയി വിളിക്കുകയും ചെയ്യാം, ലാൻഡ് ചെയ്യുന്നവനെ. അത് നല്ലൊരു ഐഡിയ അല്ലേ ഗൈസ്. ഇത് ലാൻഡ് ചെയ്യുവാണ് അവിടെ. അപ്പം നമുക്ക് അവനെ കൂടെ പോയി അങ്ങ് വിളിച്ചിട്ട് പോകാം. നമുക്കിപ്പം എങ്ങനെ എല്ലാവരും കൂടെ പോകുന്നു? ഇങ്ങനെ പോകാം. ഏതുമായിട്ടാണ് ഞാൻ പോകുന്നത്? നമുക്ക് ഓട്ടോമാറ്റിക് ഇട്ടാലോ? ഓട്ടോ ഇനി അങ്ങ് എത്തിക്കോ. സ്പീഡ് കൂടുന്നുണ്ട് കേട്ടോ. കറക്റ്റ് വിടാം. സെറ്റായി. ഇപ്പം 1000 ആയോ? ഗൈസ്, നമ്മുടെ കാറിനകത്തുണ്ടോ ഗൈസ് പോകുന്നത്? ഈ പൊട്ടന്മാരെ കൊണ്ട് വല്ലാത്ത കഷ്ടമായി. ഓക്കെ, ഗൈസ് ഇപ്പം ഇച്ചിരി അടുത്താൽ മതി. 700
ആ റേഞ്ച് 600 ആ റേഞ്ച് ഉണ്ട് ഗൈസ്. ഇപ്പോൾ ഈസി ആയിട്ട് കിട്ടുമായിരിക്കും. ഗൈസ് എനിക്ക് നേരെ പിടിച്ചാൽ മതിയാണ്. ഒരുത്തനായിരം തോന്നുന്നു. നമുക്കിനി ഓടിത്തള്ളി പോവാം, അല്ല ഓടിപ്പോവാം. അടുത്തുള്ള ആരാന്ന് എനിക്കറിയാം. ഇതിൻ്റെ അടുത്തുള്ള ആരാന്ന് നമുക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇപ്പം അടുത്തുള്ള ആരാന്ന് നമുക്കറിഞ്ഞൂടാ. അല്ലെങ്കിൽ നമ്മൾ ഓടിപ്പോകണം. നമ്മൾ ഓടിപ്പോകാന്ന് പറയുമ്പം പെട്രോൾ ഇല്ല ഗൈസ്. അല്ല ഓടിപ്പോകാനല്ല, നമ്മൾ വണ്ടി പോയാൽ നമുക്ക് പെട്രോൾ കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാൽ കുറേ ദൂരമുണ്ട് ഗൈസ്. ഞാൻ പറയുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഗൈസ്. ഏതാണ് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുവാണ് ചുമ്മാ. ഒന്ന് നേരെ നമുക്ക് ഓടിപ്പോകാൻ കണ്ടോ, അവൻ അവിടെ അനങ്ങുന്നുണ്ട്. അവൻ ഇതുവരെയായിട്ട് ഞാൻ ഒരു എനിമിയെ കണ്ടില്ല. അതാ അതിൻ്റെ പ്രത്യേകത ഗൈസ്. കൊള്ളാം ഗൈസ് അത് കേട്ടോ. ഒരു എനിമിയെ പോലും കണ്ടില്ല. ഇതാണ് ഗൈസ് പബ്ജി. കണ്ടാ എനിമീസ് ഇല്ല ഗൈസ്. ഇതെന്താ ഇവിടെ പാർട്ടി നടക്കുന്ന? നമ്മളെ ഒന്നും വിളിച്ചില്ല പാർട്ടിക്ക്. ഒറ്റയ്ക്ക് അങ്ങ് പാർട്ടിയൊക്കെ നടത്തി ആഘോഷിക്കും അങ്ങ്. ഞാൻ തിരക്കി വന്നമാരെന്ത് ചെയ്യുവാ? അത് കൊള്ളാം. അമ്മമാർ അങ്ങോട്ട് ഓടിപ്പോയി. ഈ ഇവൻ്റെ കൂടെ പോകുന്ന ചേട്ടാ നല്ലത്. ഇവനെ അടുത്ത് കിടക്കുന്ന 300 ആ റേഞ്ച് കിടക്കുന്ന ഇവനാണ് കേട്ടോ. 300 200 ആ റേഞ്ച്. അവൻ ഈ കാട്ടിക്കൂടെ ഒക്കെ എങ്ങോട്ട് ഓടിപ്പോടേ? അവൻ കാർങ്ങാണം എടുത്ത് എൻ്റെ കാര്യം ഈശി പൂശും കഴിച്ചു. എന്താന്ന് വെച്ചാൽ കാർങ്ങാണം എടുത്ത് ഓടി തീർന്നു. കുറേ ദൂരമുണ്ട് കണ്ടോ. ഞാൻ അവന്മാരെടുത്തോട്ട് പോകുന്നുണ്ട്. ഞാൻ അവന്മാരുടെ എത്തിക്കഴിഞ്ഞ് പിന്നെ ജയിക്കാനുള്ള സെറ്റപ്പൊക്കെ നോക്കാം കൈസ് നമുക്ക്. ഓ ഗൈസ് അവിടെ അവനുണ്ട് ഗൈസ് കേട്ടോ. അവിടെ നിഴൽ കാണുന്നു എനിക്ക്. ഓ യെസ് ഗൈസ്, നമ്മളെ ചെറുക്കൻ അവിടെ ഓടുന്നു ഗൈസ്. യെസ് ഗൈസ്, നമ്മൾ അവസാനം അങ്ങനെ ഒരുത്തനെ കണ്ട നമ്മളെ ടീമിലുള്ള. ബാക്കിയുള്ളവന്മാരൊന്നും ഏത് വായിലാന്ന് എനിക്ക് അറിഞ്ഞൂടാ, സത്യം പറയാല്ലേ. എന്ത് അവനെ നമ്മളെ വെടി വെക്കുവോ? ഇല്ലില്ല, ഞാൻ വെടി വെക്കുവോ? നമുക്ക് ഡാ നിന്നെ തിരക്കി വന്നിട്ട് നീ ഇമാതിരി പരിപാടി എൻ്റെ അടുത്ത് കാണിക്കണം കേട്ടോ. ഓക്കെ യെസ് ഗൈസ്, നമുക്ക് ഗായ്സ് ഇത് കൊള്ളാം ഗൈസ്. ഞാൻ ഇരിക്കുന്നോ ഗൈസ്, കിടിലം ഇരിക്കുന്നോ ഗൈസ്. എസ്കേപ്പ് എന്നെ ഒന്ന് രക്ഷിട്ടാ. ഇപ്പം വണ്ടിക്കകത്ത് കയറ്റിയിട്ട് കൊണ്ട് എന്നെ ഞാൻ ചാവാറായി ഗൈസ്. വണ്ടിക്കകത്ത് തന്നെ കയറ്റിയിരിക്കും ഇല്ലായ്മയായിട്ടാണ്. വണ്ടിക്കകത്ത് ഇരുന്നോ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഈ സത്യം പറയാല്ലേ. അവൻ ചത്ത്. അത് കൊള്ളാം ഗൈസ്. എന്തു ഗൈസ് നമ്മളെ ടീമിൽ വേറെ ആരും ഇല്ലടേ. ഓ ഗൈസ് അവൻ ചത്തില്ല ഗൈസ്. അവൻ നമ്മളാരും കൊന്ന്. ഞാൻ അവനായിരിക്കും മറ്റവനെ നമ്മളിന്ന് വെടിവെച്ചേ. നമ്മളത് അറിഞ്ഞില്ല ഗൈസ് സത്യം പറയാല്ലേ. അണ്ട ഇവൻ കാറിനകത്ത് കയറി വന്നപ്പോൾ എനിക്ക് വെടിവെക്കാനും പറ്റിയില്ല. അതാണ് എൻ്റെ ലൈഫ് അങ്ങ് കുറഞ്ഞു ഗൈസ് നല്ല രീതിക്ക്. ആകെ നമ്മുടെ ടീമിലൊരു അവനും വന്നു ഗൈസ്. ഇനിയിപ്പോൾ സീനൊന്നുമില്ല. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇവനെ എഴുതിക്കൊണ്ട് പോവാണ്. പിടിച്ച ഒട്ടാൻ ചത്തു ഗൈസ്. എനിക്ക് അങ്ങോട്ട് ഓക്കെ ഗൈസ്. ഞാനാര് പൊട്ടാനന്നേരം ഞാൻ ഇതിനകത്ത് കയറി വരാം. ഓക്കെ സെറ്റ്. വോയിസ് ഒട്ടകം ഇങ്ങനെ ഐസ് ഓടും ഒട്ടകം. അത് കൊള്ളാം കൈസ്. സെറ്റ്.
ഒട്ടകം കണ്ട ഓടും ഗൈസ്, അത് കൊള്ളാം ഗൈസ്. അത് കൊള്ളാം ഗൈസ്, അത് കൊള്ളാം. ഒട്ടകം ഓടും. ഞാൻ ഒട്ടകത്തെ മേളിൽ നിന്ന് മാസം കാണിച്ചു വേണം. കണ്ട ഒട്ടകം ഭയങ്കര ചാട്ടമാണ്. എനിക്കിതിനകത്ത് എങ്ങനെ ഞാൻ ഈ ഒട്ടകത്തെ കൊണ്ടുപോകാൻ പാടാട്ടാ. ഓക്കെ അമ്മാരെന്തി തമ്പുരാൻ നമ്മൾ പോയെന്ന് തോന്നുന്നു. ഓടിക്കോ പെട്ടെന്ന് ഓടിക്കോ. ഈ സമരം പറത്തിയാൻ വിട്ടു ഈ വണ്ടിയൊക്കെ. ഈ സമരം അവിടെ ആണോ? ഈ സമരം അങ്ങോട്ടാണ് കഴിച്ച് പോയത്. ഓക്കെ മാപ്പ് ഉണ്ടായത് കുഴപ്പമില്ല, നമുക്ക് എല്ലാം വ്യക്തം. ഓക്കെ അമ്മാരോട് അടുത്തവിടാണ്ട് കറങ്ങി നടക്കുക ഈ സമാരി. മിക്കവാറും അടികൊണ്ട് ചാവാനെങ്ങാണ്ടുള്ള പുറപ്പാടാണ് രണ്ടും കൂടെ. എന്നെ കൊണ്ടുപോകാതെ പോയാൽ നിങ്ങളല്ലേ സ്കൈസോ പോന്നു. നമ്മളും പുറകെ വെച്ച് പിടിക്കുമെന്ന് അമ്മാരറിയില്ലെന്ന് തോന്നുന്നു. ഓക്കെ ഡേയ് നിങ്ങളുമായിട്ട് ഇവിടം വരെ വന്നപ്പോൾ നിങ്ങൾ അവസാനം ഓക്കെ എങ്ങനെ പരിപാടി എങ്ങനെയാ? നിങ്ങളിങ്ങനെ ഓടാതെ എനിമീസൊക്കെ ഉണ്ടെങ്കിൽ കൊല്ലടേ പോയി. ഇവന്മാർ ഇങ്ങനെ നടക്കും കേട്ടോ. അവസാനം എല്ലാം ചത്ത കഴിയുമ്പം ചെല്ലാൻ അതൊന്നും നടക്കത്തില്ല ഇവിടെ. ഞാൻ വരുന്നു. ഓക്കെ ചത്ത് ഇപ്പം തീരും. ഇപ്പം എല്ലാം കൂടി ഇപ്പോൾ കളി ഇപ്പം തീരും കേട്ടോ. എനിമീസ് ഇല്ലെങ്കിൽ നമ്മളെന്തോ ചെയ്യാൻ? ഇത് എനിമീസും ഇല്ല, ഒരു മാങ്ങയില്ല ഐസ് ഇവിടെ. എന്നെ ഇറക്കി വിട്ടല്ലേ പാടെ. നമുക്ക് രണ്ടിനും കൂടെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വിട്ടെ. ഇവിടെ ചെറുക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അടിച്ച് കൊന്നിട്ട് വരാം. അവനങ്ങ് പോയി. ഇവനെ ഇന്ന് ഇടിച്ച് അവനെ കൊന്നാലും അവനങ്ങ് നമ്മളെ ടീമിലായിപ്പോൾ. അല്ലെങ്കിൽ അവൻ വണ്ടിയായിട്ട് നടക്കും അവൻ. നമുക്ക് ഇങ്ങോട്ടൊക്കെ പോയി നോക്കാം കൈസ്, ഇവിടെയൊക്കെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോയെന്ന് അറിയാൻ വയ്യ കൈസ്. നമ്മൾ ഒരു കില്ല് പോലും എടുത്തില്ല ഇത്ര നേരമായിട്ട്. എനിമീസിനെ കാണണ്ടേ? ഒരുത്തനെ കണ്ടതാണെങ്കിൽ ഇവൻ കാർ ഇട്ട് കൊണ്ടുപോയ സമയത്ത് എനിക്ക് ഇരിക്കാനും പറ്റില്ല അവനെ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മളിപ്പം ഇല്ല പൊന്നെ അങ്ങോട്ട് നടന്ന് പോകുന്നു. പാവം പിടിച്ചു വന്നാൽ ഓടുന്നാണ്ടാ. ഇവനുള്ള നമുക്ക് സപ്പോർട്ട്. ഇവൻ നമ്മൾ ഓടുന്നാണ്ടോട്ട് ചാടി ഇറങ്ങിയാൽ എന്തോ വാണിങ്ങോ നമുക്ക്. ഗായ്സ് 100 പേരുള്ള ഇപ്പം 44 പേരായി. അന്നേരം നമ്മൾ ഒരുത്തനെ പോലും ഇവിടെ കണ്ടില്ലെന്ന് വെച്ചാൽ അത്ഭുതം. നമ്മുടെ രണ്ടും കൂടെ ഓടുകയാണ് ഗൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളെ ടീമെന്ന് പറയുമ്പോൾ ഇച്ചിരി നല്ല ടീമാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾക്കൊന്നും സംഭവിക്കാത്ത കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഓടാം എൻ്റെ കൂടെ. നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇവൻ്റെ കൂടെ ഒക്കെ നടക്കാം ഗൈസ്. അല്ലെങ്കിൽ നമുക്കൊരു കൂട്ടുകാരനെ കിട്ടിയാൽ നന്നായി. അല്ലെങ്കിൽ എന്തിടാ ആകാശത്തെ പറ്റി എനിക്ക് എങ്ങനത്തെ അറിഞ്ഞു കേട്ടോ ഗൈസ്. കൊന്നോ? നീ പോടാ. നീ ആര്? വെൽ പ്ലേ. ഓക്കെ കൊന്നു ഗൈസ്. വണ്ടാവും ചാവറ. നീ ചാവ്. നീ എൻ്റെ കയ്യിലൊന്നും ഇല്ല. നമുക്ക് ഇതിൽ നിന്നല്ല പെട്ടിയിൽ നിന്നല്ല എടുക്കാം ഗൈസ്. നമുക്ക് പെട്ടിയിൽ നിന്നൊരു കിടക്ക് ഗണ്ണ് എടുക്കാം. ഹീൽ ചെയ്തോണ്ട് കിടക്കാം. നീ ബാ. നമ്മളെ പോകാനാ നടക്കും. എയിമിങ് ഇത്ര കൊള്ളത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. സത്യമായിട്ട് എയിമിങ് അത്ര
അല്ല ആവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്ര സെൻസിറ്റിവിറ്റി എനിക്ക് വെച്ചാൽ കൂടുതലാണ്. സെൻസിറ്റിവിറ്റിയാണോ അതിന് സെൻസിറ്റിവിറ്റി. നല്ല ഗണ്ണുണ്ടോ? നല്ല ഗണ്ണോടെ ഇരിപ്പുണ്ടോ? M4 ഇതിൻ്റെ സ്ഥാനത്ത് എടുക്കാം. ഓക്കെ, കിട്ടി ഗണ്ണ് കിട്ടി. എനിമി ഇവിടെ എനിമിയുണ്ട്. ഓക്കെ, എനിമിയുണ്ട് ഇവിടെ. എനിക്ക് കാണുന്നില്ല കേട്ടോ എനിമിയൊന്നും അവിടെ. എനിമി ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ആരും ഓടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് സൂം ചെയ്ത് നോക്കാം കൈ സ്ഥലം ഉണ്ടോ. കിട്ടി. നമുക്കൊരു അയ്യേ വേണ്ട. എനിക്ക് അത്ര എയിമിങ് ഉള്ളതല്ല. എനിക്ക് നല്ലോണം എയിമിങ് ഉള്ളതല്ല. അടുത്ത് പോയി വെടിയോ കൈസ് അവൻ്റെ. നമുക്ക് ഈ എണ്ണ എടുക്കാം കൈസ്. ഈ എണ്ണ പോരാ. ഇത് ഇച്ചിരി വലിയ സൂമറാണ്, അതുകൊണ്ട് നോടിയവൻ ഐസ്. അവൻ ഇതിനകത്ത് കണ്ട് കയറിയിരുന്ന ഒറ്റ പോക്കങ്ങ് പോയി. അത് കണ്ടാ നിങ്ങൾ എത്ര ദൂരം ഓടുമെന്നൊന്നും കാണണമല്ലോ. നീ വാ നീ. ഓക്കെ ഗൈസ്, നമുക്ക് നല്ലോണം നമ്മൾ അടുത്തോടെ സെറ്റിങ്സ് ഒക്കെ ഇച്ചിരി നല്ലതായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിട്ടേ വരത്തുള്ളൂ ഗൈസ്. ആണെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് കൊള്ളുന്നില്ല ഗൈസ്, സത്യം പറയാല്ലേ. സെറ്റിങ്സ് ഒക്കെ ഇച്ചിരി നമുക്ക് പറ്റുന്ന രീതിയിലാണ് ഗൈസ്. എനിക്കൊന്ന് ഫ്രീ ഫയറിനെക്കാട്ടും നല്ല എയിമിങ് കാര്യങ്ങളൊക്കെ കിട്ടിയത്. എനിക്കിതിൽ നിന്ന് അത്ര എയിമിങ് എനിക്ക് തോന്നുന്നു ഇച്ചിരി നമ്മളിപ്പം ഇങ്ങനെ നയിക്കണമെങ്കിൽ ജസ്റ്റ് എല്ലാം അങ്ങ് വളഞ്ഞങ്ങ് പോകും. അത് ആ രീതിയിലുള്ള സംഭവമാണ്. ബട്ട് കൊള്ളാം, നല്ല ഗെയിം. നമുക്ക് എന്തായാലും സെറ്റിങ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറണം. ഗെയിമിനെ ഒന്നും പറഞ്ഞാൽ ഗൈസ് ഗെയിം കിട്ടില്ല. എനിക്ക് നമ്മളെ ഫ്രീ ഫയറിൻ്റെ അതിനെക്കാട്ടി ഇച്ചിരിയും കൂടെ എനിക്ക് ഈ ലോബിയിലൊക്കെ 100 പേരൊക്കെയാണ് ഗൈസ്. നമ്മൾ 2 പേരെ കൊന്നു ഓൾറെഡി. 2 പേരെ കൊന്നു. നമ്മൾ സൂമിങ് വെച്ച് കറക്റ്റ് അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു 10-12 കില്ല് എടുത്തേനെ. ഇന്ന് പറഞ്ഞില്ല ഗൈസ്. കാരണം വെച്ചാൽ ഞാൻ ഫസ്റ്റായിട്ട് ഞങ്ങളിത് പറഞ്ഞു നിങ്ങളടുത്ത്. നിങ്ങൾക്ക് ഇത്ര നല്ലോണം നിങ്ങൾ നമ്മൾ അവരെ വെച്ച് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം ഗൈസ്. നമ്മുടെ അടുത്ത് നമ്മൾ ഇരിച്ചിടാൻ നീ എന്നെ. ഓക്കെ, നീ വന്ന നമ്മുടെ അടുത്ത് നമ്മളെ രക്ഷിക്കാൻ നീ വന്ന്. നമ്മൾ രക്ഷിക്കാൻ അങ്ങനെ അവസാനം വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ചെറും കണ്ട നമ്മളെ വിട്ട് പോയില്ല. അവൻ വന്നെന്തായാലും അത് കൊള്ളായിരുന്നു ഗൈസ്. എനിക്കത് ഇഷ്ടപ്പെട്ടു സത്യം പറയാനല്ലേ. ആ പാവപ്പെട്ടവൻ നമ്മളെ എനിക്കൊന്ന് വെടിയുള്ളെന്ന് കണ്ടാവൻ ഈ എനിമീസിനെ കണ്ടാന്നോന്ന് അറിയാൻ വയ്യ. വന്നവൻ അതെന്തുവാടത്? നമുക്ക് കാറ്റ് വീശി തന്നെയാണ് നീ കാറ്റ് ഏതാണ്ട് സാമിച്ചവൻ നമ്മളെ അടിക്കാനെങ്ങാണ്ട് വന്നേന്ന് തോന്നുന്നു. അറിയാൻ വയ്യ. അടിക്കാനൊന്നുമല്ല, നമ്മളെ വീശിയതാണ് ഗൈസ്. കാറ്റ് വീശി തന്നെ ആയിരിക്കും പാവം. ഓക്കെ ഗൈസ്, നമ്മളെ അങ്ങനെ 18 പേര് ഗൈസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗെയിം 18 പേര്. നമ്മളെ ഫൈനൽ ഫൈറ്റ് എന്നൊക്കെ പറയത്തില്ല ഗൈസ്, അതേ കണക്ക് തന്നെ. ഇവൻ്റെ എന്താ തീയായിരിക്കുന്നത്? അവിടെ എനിമി ഉണ്ടായിരുന്ന അവൻ കൊന്നു കഴിച്ച് ആ നിമിഷം കൊണ്ട് കൊന്നാൻ കിട്ടി ചെറുക്കനെ. നമുക്ക് നാളെ എയിമിങ് സെറ്റുള്ള ഗെയിം വല്ലതും ഉണ്ടോ നോക്കാം. എയിമിങ് സെറ്റപ്പ് വിക്ടർ നോക്കാം. വിക്ടർ ഗണ്ണ് അത് തീർത്ത് വെച്ച് പൊട്ടാനൊക്കെ. വിക്ടർ ഇതല്ലേ വിക്ടർ. കൊള്ളാം. ഗുഡ്. എന്തിനാ നീ ഓടിയ? നീ എന്നേടെ കൊണ്ടുപോടേ. അവനെന്തോടാ? അവൻ തെറ്റി. ഇരുന്നായിരുന്നു അവനോടെ. ഇവൻ കൊന്നു. എത്ര പേരെ കൊന്നൂടാ? 16 ഞാൻ ഇവിടെ എനിമീസ് എനിക്ക് കാണാൻ വയ്യ. സത്യമായിട്ട് പറഞ്ഞാൽ അവൻ കൊല്ലി വെടിവെച്ച് അവൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ കാര്യം എപ്പോഴേ കട്ടപ്പൊക്കെ ആയനെ ഗൈസ്. അവൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ടാണ് നമ്മളെ രക്ഷപ്പെടുന്നത്. നമ്മളെ ചെറുക്കൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം തീർന്നേ നമ്മളെ കാര്യം. ഓക്കെ ഗൈസ്, ഉണ്ടായിരിക്കും ആദ്യം എടുത്തു. ഓക്കെ ഗൈസ്, മൈക്കൊന്ന് ഓക്കെ ഗൈസ്, മൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുന്നത് അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, നമുക്കിനി ഗൈസ് ഇനി 11 പ്ലേയേഴ്സും കൂടെ ഉള്ളൂ ഗൈസ്. റിമൈനിങ് 11 ആണ്.
റിമൈനിങ് 11 അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലായി. നമ്മുടെ പബ്ജി നമ്മളെ ഗെയിമറോട് കളിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം, എന്തായാലും നോക്കാം ഗൈസ്. എന്ത് എവിടാ എനിമി എവിടാടാ? പൊന്നളി എനിമി എന്തിയേ? എനിക്ക് കാണുന്നില്ലല്ലോ. ഇവനെ ആരുടെ വെടിവെക്കുന്നേ? പൊന്നളിയാ എനിമി എന്തിയേ? എനിമി ഇല്ലാതെ ഇത്രയും നേരം വെടിവെച്ചേ. കൊള്ളാം. ഞാൻ എനിമി ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. കണ്ട് എന്താ ബുള്ളറ്റ് കളയുന്ന വെടിവെച്ച് ചുമ്മാ. പൊന്നെ എന്തിയടേത്? ഇവിടെ ആരും ഇല്ലല്ലേ. എന്ത് എന്തിവിടെ നീ വാ, നീ എന്ത്? ദോ പോന്നു ഒരുത്തൻ ഗൈസ്. വെടിവെച്ച് കൊന്ന്. യെസ് ഗൈസ്, കൊന്ന്. ഇത്രേ ഉള്ളൂ. അവനവിടെ ദൂരെ നിന്നുകൊണ്ട് വെടിവെക്കും. നമുക്ക് ഇച്ചിരി സൂമിങ് വിളിച്ചുള്ള ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. ഇവിടെ രണ്ടാമരുണ്ടായിരുന്നോ? ചുമ്മാ അല്ല, നമുക്ക് കൊന്ന വെടിവെച്ചു. ഇവിടെ രണ്ടാമരുണ്ടായിരുന്നു. ചുമ്മാ വെടിവെച്ചൊന്നുമല്ല, അവന് കഴിവുണ്ടാണ്ട് പിടിച്ച്. ഗൈസ് നമ്മൾ ജാക്കറ്റൊക്കെ കിട്ടിയ നമുക്കൊരു പുതിയൊരു ജാക്കറ്റൊക്കെ എടുത്തിട്ട് കണ്ടാ ലുക്ക്. നമുക്കിനി നേരെ നടക്കാം, അങ്ങോട്ട് നോക്കാം. ഇനി 5 റിമൈനിങ്, വെറും 5 പേര് റിമൈനിങ്. ഞാൻ 3 കിലോ എടുത്തു. ഇനി നമുക്ക് ബാക്കി ഒരുത്തനെ ഞാൻ കണ്ടായിരുന്നു. ഒരുത്തനെ എന്തേ ഇവിടെ കണ്ട് നിന്ന പോലെ എനിക്ക് തോന്നി, ഓടിയ പോലെ തോന്നി. ഇല്ലേ, ഒരുത്തനാണ്ട് ഉണ്ടായിരുന്നു. കണ്ടായിരുന്നു ഞാൻ. 4 പേര്. ഓക്കെ ഗൈസ്, 4 പേരേ ഉള്ളൂ. ഇനി സർവൈവ് ചെയ്താൽ കിട്ടും ഗൈസ് നമുക്ക് ഈ ഗെയിം. യെസ് ഗൈസ്, സർവൈവ് ചെയ്താൽ കിട്ടും. കുരി ചെന്ന് ചാടി അതിൻ്റെ ഇടയ്ക്ക്. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി ചാടി കയറാം. യെസ് ഗൈസ്, സെലിബ്രേറ്റ് ചെയ്യാൻ എന്നിട്ട് നമുക്ക്. ഓക്കെ. യെസ് ഗൈസ്, ഇനി 3 റിമൈനിങ്, വെറും 3 റിമൈനിങ്. നമ്മുടെ ചെറുക്കനുണ്ടല്ലോ, ഞാൻ വിളിച്ചവൻ ചത്തന്ന് ഗൈസ്. ചെറുക്കനുണ്ട് ഗൈസ്, അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ജയിച്ച് ഗൈസ്. നമ്മളെന്തായാലും അവനെ കാണുന്നില്ല. അവനെന്തിയേ? ഇല്ല, അവൻ നമ്മളവിടെ അടുത്തെങ്ങാണ്ടുണ്ട് ഗൈസ്. അവൻ കാറും കൊണ്ട് വരുവാണ് ഇങ്ങോട്ട്. അല്ല, കാറല്ല, ഒട്ടകത്തി. അവൻ വരുന്നുണ്ട് ഗൈസ് നമ്മളെ തിരക്കി. നമ്മളൊരു ജീവനോടൊക്കെ ഉണ്ട് കേട്ടാ. നമ്മളൊരു കില്ലൊക്കെ എടുത്ത് 3 കില്ലൊക്കെ എടുത്തില്ലേ. ഞാൻ ആവരേജ് നീ എൻ്റെ അടുത്ത് വരുവാന്നില്ല. കൊള്ളാടാ നീ. അങ്ങനെ ആണല്ലേ, ശരിയാണ്. ചുമ്മാ ഗൈസ്, അവൻ നമ്മളോടെ തന്നെ ഉണ്ട് ഗൈസ്. നമുക്കെല്ലാം പറ്റി നമ്മളെ ചെറുക്കനുണ്ട് ഗൈസ്. അത് ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ ഇവൻ നല്ല സപ്പോർട്ടായിരുന്നു ഗൈസ് നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ചത്തേനെ. ഇവൻ നമ്മളെ സർവൈവ് ഒക്കെ ചെയ്ത് ഇവനാന്ന് തോന്നുന്നു. നമ്മളെ അന്നേരം മെഡിക്കൊക്കെ അടിച്ച് നമ്മളെ സെറ്റാക്കി ഇവനാന്ന് തോന്നുന്നു. അവൻ എനിമിയെ തപ്പി പോകാൻ തോന്നുന്നു ഗൈസ്. എനിമീസൊക്കെ ഉണ്ടെങ്കിൽ കൊല്ലാനേ. റെസ്ട്രിക്റ്റിംഗ് ദി പ്ലേസ് സോൺ. ഓക്കെ ഗൈസ്, നമ്മുടെ ഗെയിം ഇവിടെ എൻഡ് ആവാൻ പോകാൻ തോന്നുന്നു. നമ്മുടെ ഈ ഒരു ഗെയിം പബ്ജി ഗെയിം അല്ല ഗൈസ്, ഞാൻ പറയാം ഗൈസ്, BGMI അല്ല ഗൈസ്. അതേപോലെ നമ്മളെ പബ്ജിയുടെ വീഡിയോ ഇനി വരുന്നതായിരിക്കും ഗൈസ്. എല്ലാവരും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നമ്മൾ പറയുന്ന കമൻറ്റും കൂടെ ചെയ്യുക ഗൈസ്. ഏത് ഗെയിം നിങ്ങൾക്ക് വേണമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് മാറ്റിയിട്ട് പോകാം. ഓക്കെ ഗൈസ്, അതേപോലെ നിങ്ങൾ ഏത് ഗെയിം വേണമെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഷെയർ ഗൈസ് കേട്ടോ, കൂട്ടുകാർക്കല്ല, മനസ്സിലല്ലോ. ഓക്കെ ഗൈസ്, സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്. ഓക്കെ ഗൈസ്, സബ്. ഓക്കെ. 3 റിമൈനിങ്. എവിടാ 3 റിമൈനിങ്? ബാ നീയൊക്കെ. അവിടെ ചെറുക്കൻ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് ഗൈസ്. അടങ്ങ്. ഡാഡേക്ക് ഞാൻ എയിമിങ് തിരിയുന്നില്ല. എന്തി വാടാ. ഓക്കെ, കിട്ടി. കൊന്നു ഗൈസ്, അത്രേ ഉള്ളൂ. യെസ് ഗൈസ്, വിന്നർ ചിക്കൻ ഡിന്നർ. യെസ് ഗൈസ്, വിക്ടറി ടൈം. നമ്മൾ ജയിച്ചിങ്ങനെ ഗൈസ്. ലാസ്റ്റ് ആൻഡ് ഫൈനലായി നമ്മൾ ജയിച്ചിരിക്കുന്നു ഗൈസ്. വീഡിയോ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. നമ്മൾ ജയിച്ചതിന് ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. യെസ് ഗൈസ്, സബ്ബും അടിക്കുക. നമ്മളെ ഗെയിമർ വന്നിട്ടുണ്ട് ഗൈസ്. സബ് അടിക്കാത്തതുണ്ടെങ്കിൽ സബ്ബും അടിക്കുക ഗൈസ്. അതേപോലെ നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. വിക്ടറി ടൈം. യെസ്.
യെസ് ഗൈസ് നമ്മൾ ലൈവൊക്കെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഇത് എടുക്കണ്ട, പുക വരുന്നു ഗൈസ് ഇതിൽ നിന്ന്. നമുക്ക് യെസ് ഗൈസ് നമ്മളങ്ങനെ ഫൈനലി നമ്മൾ ജയിച്ചു ഗൈസ്. ഗോ ടു റിസൾട്ട്സ് 9 സെക്കൻഡ് വിക്ടറി ഗൈസ്. നമുക്ക് അങ്ങനെ അവസാനം നമ്മൾ ജയിച്ചു ഗൈസ്. ഞാൻ 3 കില്ല് എടുത്തു കേട്ടോ ഗൈസ്. നമ്മുടെ ചെറുക്കൻ എത്ര കില്ല നമുക്ക് എടുത്തെന്ന് പറഞ്ഞോളാം. അവൻ ഒട്ടകത്തിൽ കറങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അവൻ. ഇപ്പം കണ്ടില്ല ഗൈസ്. യെസ് ഗൈസ് ഫൈനലി യെസ് ഓക്കെ ഗൈസ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഫെയിൽ ആയില്ല, നമ്മൾ ജയിച്ചു ഗൈസ്. ഗിഫ്റ്റാ യെസ് ഗൈസ് MVP. ഓക്കെ ഗൈസ് സെറ്റ് ഗൈസ്. നമ്മളിവിടെ കളിച്ചത് 3 പേരായിരുന്നു ഗൈസ്. 3 പേര് നമ്മളിവിടെ കളിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. നമുക്ക് ലോബിയിൽ പോയി നോക്കാം. നമ്മളെ ലോബി നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. നമ്മളെ ലൈവിലും കാര്യങ്ങളും ലോബിയിലൊക്കെ പോയിട്ട് എല്ലാം കാണിച്ചു തരാം. യെസ് ഗൈസ് നമ്മൾ അടുത്ത വീഡിയോ ഗെയിം കളിക്കുന്നതായിരിക്കും. ഇത് പുതിയൊരു ഗെയിമറാണ്. നമ്മൾ പേരൊക്കെ റിവീൽ ചെയ്യുന്നതായിരിക്കും ഗൈസ്. പേര് നമ്മൾ ഉടനെ തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഉടനെ തന്നെ ശബ്ദം നിങ്ങൾ കേട്ടിരുന്നോ? യെസ് ഗൈസ് നമ്മളങ്ങനെ ലെവൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. നമ്മൾ 11ാമത്തെ ലെവലായിട്ടുണ്ട് ഗൈസ്. 11ാമത്തെ ലെവല്. നമ്മളെ പ്രോ കളികൾ കാരണം നമ്മൾ 11 ലെവലായിട്ടുണ്ട് ഗൈസ്. 11 ലെവൽ. യെസ് ഗൈസ് എല്ലാം അപ്ഗ്രേഡ് ഓക്കെ അപ്ഗ്രേഡ് പാസ് ചെയ്ത് കൊടുക്കാം. വേണ്ട നമ്മളതിലിപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വേണ്ട. ലെവൽ 100 വരെ നമുക്ക് മെയിൻ ആയിരിക്കും. ഓക്കെ ലെവൽ നമ്മൾ 11 ആയില്ലേ? ലെവൽ 11 ആയില്ല ഗൈസ്. നമ്മൾ ലെവൽ 9 ആയതേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഇത് തുറക്കണമെങ്കിൽ നമുക്ക് ലെവൽ 11 ആവും. നമുക്കിപ്പം ലെവൽ 9 ആണ് ഗൈസ്. നമുക്ക് വേറെ ഏതാണ്ടാണ് കൂടിയത് കേട്ടോ. നമുക്ക് വേറെ ഏതാണ്ടാണ് കൂടിയത് ഇപ്പം. ലെവൽ 11 അല്ലത്. നമ്മൾ ഈ ഗെയിമിൻ്റെ എന്തോ സംഭവമാണ്. അല്ലാതെ നമുക്ക് കാണിച്ചു തരാം. 9 ഗൈസ്. നമുക്ക് 9 ലെവലിങ് മേടി കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദി വീഡിയോ ഗൈസ്. Yes guys, subscribe the video. It's your Game Locker signing out.